എല്ലാവർക്കും നമസ്കാരം. ഞാൻ ധന്യ. സേഫ് ഫീൽഡ് കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ബഞ്ച് കവർ എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഇടാം. അതായത് ബഞ്ച് കവർ ഇടുന്നതിനുള്ള മെഷീനൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊന്നും ഇല്ലാതെ കർഷകർക്ക് എങ്ങനെ സിമ്പിളായി ഇടാം എന്നുള്ളതാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. VFDCKയുടെ എക്സ്പോർട്ട് ഓറിയന്റഡ് ബനാന കൾട്ടിവേഷൻ എന്ന സ്കീം ഒക്കെ നിലവിലുണ്ട്. നമുക്ക് ഈ കവറൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എങ്ങനെയാണ് കർഷകർക്ക് സിമ്പിൾ ആയിട്ട് ഇടുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ കാണിക്കുന്നത്. കവറിന്റെ രണ്ട് സൈഡും ഓപ്പൺ ആയിട്ടുള്ള കവറാണ്. നമ്മൾ ഈ ഒരു സ്കീമിന്റെ ഭാഗമായിട്ടുള്ളതുകൊണ്ട് തന്നെ കുറെ കർഷകർ ഇപ്പൊ ഇങ്ങനെ ബഞ്ച് കവർ ഇടാൻ വില്ലിംഗ് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇത് ഇട്ട് നോക്കാം. അപ്പം മുകളിൽ ഈ പേപ്പർ നമ്മൾ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേനൽ മഴയൊക്കെ വരാനും അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു കുളം പോലെ കുഴി പോലെ നിന്ന് വെള്ളം കെട്ടി നിൽക്കാനും അതൊരു പക്ഷേ ചൂടായി മുകളിലെ കായകളൊക്കെ പൊള്ളി പോകാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ന്യൂസ് പേപ്പർ വെറുതെ മുകളിൽ വെക്കുന്നത്. അത് നിർബന്ധമൊന്നുള്ള കാര്യമല്ല. അപ്പൊ നമ്മൾ എന്തായാലും ഇത് വെക്കുകയാണ്. അപ്പൊ എന്തായാലും ഇനി നമുക്ക് ബഞ്ച് കവർ ഇടാം. അപ്പോൾ നമ്മള് ഇതിന്റെ തട്ട ഒടിച്ചതിന് ശേഷം നമ്മൾ 2 തവണ SOP നമ്മള് സ്പ്രേ കൊടുത്തതാണ്. അപ്പൊ SOP സ്പ്രേ കൊടുത്ത ഉള്ളിൽ കാമ്പൊക്കെ നല്ല ഫുള്ള് ഫില്ലാവാനും അതുപോലെ തന്നെ എന്താ പറയാ തൂക്കം കൂടാനൊക്കെ SOP സഹായകമാണ്. അപ്പൊ വേനലായതുകൊണ്ട് തന്നെ ഡോസ് കുറച്ച് അടിച്ചു കൊടുക്കുക. കവറിന്റെ പ്രധാന ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ വേനലിൽ നല്ല ഒരു ചൂട് കൂടിയ ഒരു സമയമാണ്. അപ്പൊ ഈ ചൂടിൽ നിന്നും നമുക്ക് ഈ കായയെ സംരക്ഷിക്കാം. അതേപോലെ തന്നെ മഴക്കാലമാണെങ്കിൽ നല്ല മഴ പെയ്തിട്ടുള്ള ഈ പറഞ്ഞ പോലെ കറുത്ത പുള്ളി വന്നിട്ടുള്ള ഈ കുഴിപ്പുള്ളി രോഗത്തിൽ നിന്ന് നമുക്ക് കായയെ സംരക്ഷിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ തത്ത മറ്റ് പെസ്റ്റ് അറ്റാക്കുകളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ നമുക്ക് കൊലയ്ക്ക് ചെയ്യുന്ന നമ്മളുടെ രോഗങ്ങൾക്കും കീടങ്ങൾക്കൊക്കെ എതിരെയുള്ള നമ്മളുടെ കീടനാശിനി പ്രയോഗം നമുക്ക് 100% ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അടിയിൽ വളരെ ചെറിയ കായകളൊക്കെ അപ്പൊ തന്നെ നമ്മൾ ഒടിച്ചു മാറ്റുകയാണെങ്കിൽ നമ്മൾ ഈ കൊല വെട്ടുന്ന സമയത്ത് തന്നെ പിന്നെ ഒന്നും അതിൽ നമുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. സിമ്പിളായിട്ട് നമുക്ക് കർഷകർക്ക് തന്നെ ഇതുപോലെ തന്നെ ഒരു ലാഡർ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ കെട്ടാവുന്ന കാര്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കൊല വെട്ടുന്ന സമയത്ത് കൊല താഴെ വീണ് ഉരയാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതും അതിൽ നിന്ന് നമുക്ക് കായയെ സംരക്ഷിക്കാം. അപ്പോൾ എല്ലാ തരത്തിലും കായയുടെ ക്വാളിറ്റി കൂട്ടാനും അതോടൊപ്പം തന്നെ ഒരു നിശ്ചിത തൂക്കം ഒരു 10 കിലോത്തിന്റെ കായയിൽ നമുക്കൊരു 1 കിലോത്തിനടുത്ത് എന്തായാലും കൊലയുടെ തൂക്കം കൂടാനും എക്സ്പോർട്ട് ക്വാളിറ്റിയിലേക്കുള്ള കായ നമുക്ക് വിളവെടുക്കാനും സാധിക്കും. അപ്പൊ ഇതുപോലെയുള്ള പുതിയ പുതിയ രീതികൾ കർഷകർ അവലംബിക്കണം. എന്നാൽ മാത്രമേ കൂടുതൽ നമുക്ക് ലാഭത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ബഞ്ച് കവർ ഇടുന്നതിന് വേറെ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടില്ല. മറ്റേ സിംഗിൾ ലാഡറല്ല, മറ്റേ ലാഡറാണ് നല്ലത്. അതാകുമ്പോൾ പെട്ടെന്ന് ചോരാക്കാൻ ചെയ്യാൻ സൗകര്യമാണ്. അതും എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള തോടുകളൊക്കെ ആകുമ്പോൾ വീഴാതിരിക്കാനായിട്ട് നല്ലത് നമ്മളുടെ ആ ലാഡർ തന്നെയാണ്. പിന്നെ ഇത് ചെയ്യാം. ഒരു മണിക്കൂർ കൊണ്ട് ഏകദേശം എത്ര പറ്റും? ഇടാൻ പറ്റും. സിമ്പിളാണല്ലോ. അപ്പൊ എന്തായാലും ഇതിന് ഒരു പണിക്കാരെ നിർത്തിയാൽ ശരിയാവില്ല. അതും ആളും കൂടി താഴെ വീഴാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് പിന്നെ ഇപ്പൊ പേപ്പറും ഇതൊക്കെ ആയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ വിളവെടുക്കുമ്പോൾ അതിന്റെ ഒരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ എന്തായാലും കുറച്ച് അതായത് നമ്മൾക്കൊരു 500 വാഴ ഉണ്ടെങ്കിൽ ഒരു 250 ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കുക. അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾ നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ അടുത്ത വർഷം 500 എണ്ണത്തിന് നിങ്ങൾ ഇടുള്ളൂ. ഒരു 10 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ വെയിലത്ത് നിൽക്കുന്നതും കുട ചൂടി നിൽക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം തന്നെ നമ്മളെ കായ്ക്കൊലകൾക്ക് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ പുതിയ പുതിയ രീതികളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത് കർഷകർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ചെയ്യുന്നതിന് നിങ്ങൾ ആരും മടി കാണിക്കരുത്. അപ്പൊ ഇനി എങ്ങനെ ഇത് മൂത്താൽ നിങ്ങൾ തിരിച്ചറിയും ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കാരണം എന്താ വെച്ചാൽ അടിയിലെ കായ കണ്ടാൽ തന്നെ നമുക്ക് അറിയില്ലേ ഏകദേശം കൊല വെട്ടാറായാല് കൊല കണ്ടാൽ തന്നെ അറിയാം. അപ്പോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ വാഴ വെക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇതൊരു 3 മാസത്തിനുള്ളിൽ നമുക്ക് കൊല വെട്ടുമ്പോൾ ഈ സെയിം കവർ എടുത്തിട്ട് നമുക്ക് അടുത്ത കൊല വരുന്നതിന് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നന്ദി.